ഞങ്ങൾ ആരംഭിക്കുന്നു. നിങ്ങൾ അനുഭവിച്ചാലും. സോറി, ഞാനിതാ എത്തിപ്പോയി. സഹൃദയരെ നമസ്കാരം. ഞാൻ ബറോസ്, ബിഗാമ തമ്പുരാൻ ഏൽപ്പിച്ച നിധികളത്രയും കാക്കുന്ന ഭൂതം. അടിപൊളി. ഇതെന്താടാ ശവപ്പെട്ടിന്ന് എണീറ്റ് വന്നതാ? നിന്റെ ഓരോ കളികളെ. നിധി, ബിഗാമ, തന്റെ ഇൻവിസിബിൾ ഷെറ്റ് ഒന്ന് പോടോ കിളവാ. വെരി നാച്ചുറൽ. താങ്ക് യു സർ. ഇങ്ങനെയാണോ പ്രായമുള്ളവരെ വിളിക്കുന്നത്? ഞാൻ എന്റെ അപ്പനെ വരെ ഇങ്ങനെയാ വിളിക്കാം. സോറി അമ്മേ, ദേഷ്യം വന്നപ്പോ ഞാൻ സംസാര ഭാഷയിൽ അല്പം പിന്നോക്കം പോയി. സത്യത്തിൽ ഞാൻ ഈ മുന്നോക്ക ഭാഷയാണ് പ്രയോഗിക്കുന്നത്. ആർക്കറിയാം? അത് ശരി, അത്തില്ലായിരുന്നോ? നീ പറഞ്ഞ് മനസ്സിലാക്കും. ഞാൻ വക്കീലുമായിട്ട് വരാം. ഇനി കൊറേണ്ട്. ചിരിച്ചിരി നമ്മൾ മണ്ണ് തപ്പും. എന്തൊക്കെ വേദനയും സങ്കടവും എത്രയോ പേർക്ക് ബറോസ് പപ്പയ്ക്കും ഉണ്ടായി ഇത് കാരണം. അതോർക്കുമ്പോ എന്റെ പ്രോബ്ലംസ് ഒക്കെ ഒന്നും അല്ല. ശാസ്ത്രത്തിന്റെ ഒരു വളർച്ച. ഇങ്ങനെയൊക്കെയാണ് ഈ ഗ്രന്ഥത്തിൽ പറയുന്നത്. ഇതിനൊക്കെ പരിഹാരം എന്തെന്ന് പറ. ഇതിന് പരിഹാരം ഇല്ല. ഇറ്റ് ഈസ് ഇൻക്യൂറബിൾ. ബിബിരാതെ കറങ്ങിയേ പറ്റൂ. ചെല്ലു ബറോസ്. ചേട്ടാ, ഫുൾ കഥ ഇങ്ങനെയാണ് തോന്നി. എന്താണിത്? തമ്പുരാനറിയാ. ബറോസ് പപ്പേ, കൊല്ലേ ഇതിലും വേഗം അങ്ങ് മരിക്കുന്ന. പാവം. ഇതെന്താണോ കഥകളിയാ? വിരള് വായി വെച്ച് ഉറിഞ്ചിക്കോ. രണ്ടടി മുകളിൽ രണ്ടടി താഴ്ത്ത് ഒരടി തുടയിൽ. ഇവിടെ ഉണ്ടോ? ഓ, നമ്മുടെ പണിയാണല്ലോ ഇതെല്ലാം. എന്താ യൂസപ്പേ, നിന്റെ ഒരു അഭിപ്രായത്തില് നമ്മള് പൊട്ടാൻ കാരണം? ഇതെന്ത് ഭാഷ വല്ലാതെ മനസ്സിലായിട്ടാണോ ഇരിക്കുന്നത്? you think I'm lying? Crazy buffoon, you're crossing the limit. ഹേയ്, എന്തോന്നടേ ഇത്? ആയും താൻ ആരാണ്? ഞാൻ നിന്റെ തന്തയാടാ, തന്ത. നെക്സ്റ്റ് പേഷ്യന്റ്. കേരളത്തിൽ പടവ് ഇന്ന് റിലീസല്ലേ? മാറ്റിൻ ഷോ കഴിഞ്ഞല്ലോ. വിവരമില്ലാതെ അറിഞ്ഞോ? സത്യം 160 രൂപ വെറുതെ പോയി. ഒരു മനുഷ്യനാണ് ഞാൻ. സീരിയൽ എടുത്ത പോലെ ഉണ്ട്. സീരിയല് എനിക്കിനി വീട്ടിൽ പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാട്ടിൽ വെച്ച് നടക്കുന്ന ഒരു കാട്ടവരാത സിനിമ. ഭയങ്കര മോശം എന്ന് പറഞ്ഞാൽ ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും മോശപ്പെട്ട പടം ഇതായിട്ട് പറയുള്ളൂ. കഴിക്കാൻ പറ്റൂല. ഇത് മലങ്കൾട്ടിന് മേലെ. ഇത്രേ ഉള്ളൂ ഞങ്ങളുടെ ബുദ്ധി. ചീറ്റി പണ്ടാറൊടുക്കി പോയി. നശം തോക്കിന് ആഘോഷരാവേ എന്നെ പറയാതിരിക്കാൻ വയ്യ. അവൻ അത്രയ്ക്ക് വലിയ ഗാങ്സ്റ്റർ ആണോ? മോൺസ്റ്റർ. തിണ്ണം എടുക്കുകയാണെങ്കിൽ തിണ്ണൻ, അതാണ് കണ്ണപ്പൻ.
നീ എന്നടാ ഈ വേഷത്തിൽ? അതിന്റെ ഒരു ഇതാണിത്. എങ്ങനെയുണ്ട്? ആഹാ മുടുക്കനായിപ്പ. പറയാതിരിക്കാൻ വയ്യ. ലാലേട്ടൻ ഇമാതിരി പടങ്ങൾക്ക് തല വയ്ക്കാതിരിക്കുന്നതാണ് നല്ലത്. നിങ്ങൾ ഈ ആവശ്യമില്ലാത്തടത്തേക്ക് എന്തിനാ പോണേ? ജസ്റ്റ് ഫോർ എ രസം. 15 മിനിറ്റേ ഉള്ളൂ പുള്ളിക്കാരൻ. പക്ഷെ എന്റെ അമ്മ സഹിക്കാൻ വയ്യ. എഡിറ്റിംഗ് ശോകം എന്തൊക്കെയോ പറയും, എന്തിനോ എന്തോ മലങ്കൾട്ടായിട്ട് ഇങ്ങനെ കാണോ. അത് വേറെ വഴിയില്ല. അത്രയ്ക്ക് ബോറായിരുന്നു. അത്രയ്ക്ക് ബോറല്ല, പരമ ബോറായിരുന്നു. ഉപ്പും മൂഞ്ചി, മുളകും മൂഞ്ചി, അരക്കാൻ മൂഞ്ചി, തേങ്ങ മൂഞ്ചി, പടം കണ്ട ഞാനും മൂഞ്ചി. അല്ല എന്തെങ്ങനെയൊക്കെ പറയണേ? പിന്നെ ഞാൻ എങ്ങനെയൊക്കെ പറയണം? ഒരു സീൻ ബാഹുബലി, അടുത്ത സീൻ കങ്കുവ. വികാരങ്ങളിലെ വിസ്ഫോടനങ്ങളോ വിജൃംഭണങ്ങളോ ഇല്ലാത്ത സ്ക്രിപ്റ്റ്. ലേട്ടനെ വെറുതെ നല്ല ഊക്ക് വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്നവരുണ്ട്. അതിനെപ്പറ്റി ഒന്നും ചോദിക്കണ്ട, എനിക്ക് ഭ്രാന്തായി പോവും. ഒരു പൂവെടുത്ത് ചെവിയിൽ വെച്ചിട്ട് റോഡിൽ കൂടി ഒന്ന് ഓടിയാലോ എന്ന് ആലോചിച്ചിരിക്കുകയാണ് ഞാൻ. 3 മണിക്കൂർ അവരാധമാണ്. 3 മണിക്കൂർ അവരാ ക്ലൈമാക്സ് ഒരു 15 മിനിറ്റ് വമ്പം കത്തി. ഇത് ഒരാഴ്ചയൊക്കെ ഓടുള്ളൂ ഇവിടെ. സമാധാനമായല്ലോ. സഡൻ അറേഞ്ച്മെന്റ്സ് നോട്ട് ഗുഡ്. വിചാരിച്ച പോലെ അങ്ങോട്ട് സെറ്റപ്പ് ചെയ്യാൻ പറ്റിയില്ല. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. എന്റെ ശിവനെ എന്ന് വിളിച്ചു പോയി പടം കണ്ടപ്പോഴും. അതുപോലത്തെ ഒരു മലങ്കൾട്ട സാധനം. നെക്സ്റ്റ് പേഷ്യന്റ്. ഇത് ആരംഭിക്കുന്നു. മ്യൂസിക് വിത്ത് ബോഡി മസിൽസ്. ഇതാണ് അച്ഛനോർക്കാത്ത വീട്. ചന്ദ്ര അട്ട ഫ്ലോപ്പ് ബ്രായ്. ഇത്രയും ഹൈപ്പ് വെച്ച് ആൾക്കാരെ മൊത്തം വലിപ്പിക്കാൻ വേണ്ടിട്ട് എന്താ പറയാ, ഫ്ലോപ്പാണ്. ഇതെങ്ങനെ മേസ്ത്രി ഉണ്ടായത്? ലൈറ്റ് പവർ ഹൗസ് എന്ന് പറഞ്ഞ കൊണ്ടുവന്നിട്ട് ലൈറ്റ് ഹൗസ് ആക്കി കളഞ്ഞു. മുകേഷിന്റെ കരിയറിലെ ഏറ്റവും മോശം ഫിലിം. റോളക്സ് പോലെ ഒരു സാധനം കൊണ്ടുവരാനാണ് നോക്കിയത്, പക്ഷെ അതിവിടെ വർക്കൗട്ട് ആയിട്ടില്ല. 2 മിനിറ്റ് കൊണ്ട് ഞാൻ എന്തോ സ്വപ്നങ്ങൾ നെയ്ത് കൂട്ടി ഉള്ള മൂടും പോയി. പ്രതീക്ഷിച്ച അത്ര ഒന്നുമില്ല. ഹൈപ്പിന് ഉള്ളതൊന്നുമില്ല. വെറുതെ എന്തൊക്കെയാ കാട്ടിക്കൂട്ടി വെച്ചിരിക്കുക. എന്തോ ഒരു സുഖമില്ല. ബോഡി അറിയില്ല, എടുത്തോട്ടോ ഇങ്ങോട്ട് വന്നേ. മസിൽ ഉടക്കാതെ കൊണ്ടു. അതെ, എന്നെ എവിടേക്കാ കൊണ്ടോണേ? അടുപ്പിന്റെ മുകളിൽ വെക്കാൻ. അപ്പൊ തീ ഉണ്ടാവില്ല അടിയില്. പിന്നെ നീര് പോണ്ടേ? കൂലി കുറച്ച് കൂതറയായി. ഇതൊക്കെ കരിഞ്ഞ് നാശമായല്ലോ. ഇതിപ്പോ കടായ ചിക്കൻ അല്ല, കേടായ ചിക്കനാ. ഹൗസിനൊരു പവർ അല്ലേ ബ്രോ? ഹൈപ്പ് മൂവ്മെന്റ് വരുമ്പോഴത്തേന് അപ്പൊ തന്നെ ഡ്രോപ്പ് ആയി പോയി. ഒറ്റ വാക്കി പറഞ്ഞ ഇത് ശവക്കല്ലറ പോലെയാ. അകത്ത് കംപ്ലീറ്റ് ചീഞ്ഞ് കിടക്കുക, പുറത്ത് നല്ല പെയിന്റും. എഞ്ചിൻ പണി മാത്രല്ല, ആക്സിലും പോയി കിടക്കുക. അങ്ങ് ഒരു സുമാർ പടമായിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇത് അങ്ങ് സെറ്റായില്ല, മൊത്തം ഒരു പവർ ഇല്ല. അണ്ണൻ തന്നെ എണ്ണ മാസ്റ്റർ ഒക്കെ ഡയറക്ട് ചെയ്ത് അണ്ണൻ എന്ത് പറ്റി? എനിക്ക് മനസ്സിലാവണില്ല, ഞാൻ എന്തിനാ? അമീർ ഖാനൊക്കെ എന്ത് തേങ്ങാപ്പിണ്ണാക്കിനാണ് ഈ പടത്തിൽ പിടിച്ചിട്ടൊന്നും ഒരു കൊടുത്തില്ല. ആമീർ ഖാനെ കൊണ്ടുപോയിട്ട് അവസാനം ഇത് കോമഡി പീസ്. പിന്നെ കണ്ടോണ്ടിരിക്കാം. ഒരു 100% സാറ്റിസ്ഫൈഡ് അല്ല, ഒരു ആവറേജ് ഫിലിം. ഇവിടെ നിന്നാൽ എന്റെ പണി പോവും. ഇവിടെ മോസ്റ്റ് വീക്കസ്റ്റ് ലോകേഷ് പടം. ബിക്കോസ് ബാക്കിയുള്ള ലോകേഷിന്റെ സിനിമ എന്നൊക്കെ പറഞ്ഞ റിപ്പീറ്റ് വാല്യൂ ഉണ്ട്. ഞാനിത് ക്യാപ്റ്റനോട് അങ്ങോട്ട് പറയാൻ നിന്നാ. തുടക്കം പോലെ അവസാനം വരെ ഒന്നും ഇല്ലാതാക്കി എന്തൊക്കെയോ തരാന്ന് പറഞ്ഞ കാണിച്ചിട്ടില്ലാതെ കളഞ്ഞു. സോറി, അറിഞ്ഞോണ്ടല്ല, മനഃപൂർവ്വല്ലേ. കൂലി കുറച്ച് കൂതറയാണ്. മൊത്തത്തിൽ വലിയ സുഖമില്ല. എന്നാലും കാണാം. പട്ടിയുടെ തേങ്ങ വീണെന്ന് കേട്ടിട്ടേ ഉള്ളൂ. ഒരുമാതിരി ഒന്നുമില്ല. ജയിലറിന് താഴെയും വരും, പക്ഷെ വേട്ടയിന് ജസ്റ്റ് മുകളിലും വരും, അത്രേ ഉള്ളൂ. അങ്ങനെ പടക്കടകുദാഹവ. നിന്റെ സമയം ഇപ്പൊ ഏകദേശം ശരിയായി വരുന്നുണ്ട് ഇല്ലേ? അലങ്കോഴി പോവുക എന്റെ അമ്മയുടെ മ്യൂസിക്. ഇവിടെ ഒരാള് മരിക്കാൻ കിടക്കുമ്പോ ഹാർമോണിയം വായിച്ച് കളിക്കാം. നെക്സ്റ്റ് പേഷ്യന്റ്. മലയാള തനിമ
പെൺകുട്ടികളായ അങ്ങനെ വേണം. ഈശ്വര എന്തൊരു ചൈതന്യം. ഇത് ജാക്കി ചാന്റെ പെങ്ങളാ. ഇറങ്ങിപ്പോടൂ, ഇപ്പടി ചവിട്ടരുത് എന്നെ, ഞാൻ പറഞ്ഞിട്ടില്ലേ. മലയാളം പാരമ്പര്യമായിട്ട് ഗുണ്ടകളുള്ള തറവാടായിരുന്നു എന്റേത്. എന്റെ അച്ഛൻ ഗുണ്ട, എന്റെ അമ്മാവൻ ഗുണ്ട. നീങ്ങളും വീട്ടിലും വന്നതാണോ? എന്തോന്ന്? നീങ്ങളും വീട്ടിലും വന്നതാണോ? ഇതെന്ത് ഭാഷ? ഞാൻ മുറിഞ്ഞു. എന്താ പേര്? തെക്കേപ്പാട് സുന്ദരി ദാമോദരം പിള്ളை. നല്ല പേര്. അമ്മാവാ വേണു വിളിച്ചില്ലേ? എന്നമ്മാ ഇപ്പടി പண்றீங்களேம்மா. സ്വപ്പം മ്യൂസിക് കേൾക്കാം. തൊട്ടേനി നേനെ തൊട്ടേനി തൊട്ടു കണ്ടു വെച്ച കൂടി പോനേ നീ. സുന്ദരി 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 ऊपर क्या कर रही हो? क्या चाहिए तुम्हें? എപ്പ നോക്കിയാലും കൊമ്പത്താ. നീ എന്താ കൊരങ്ങനാണോടാ പട്ടി? नीचे आ जाओ प्लीज. मुझे भूख नहीं है. ഇതെന്തൊരു ജന്മോ? അമ്മാവാ സുന്ദരി വാ മോളെ. ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യും? ഇവരെ ചെയ്ത പരിയാത അമ്മാവാ വേണുവിനെ വിളിക്കും, അപ്പൊ തന്നെ എല്ലാം ശരിയാക്കും. വ്യക്തമായില്ലേ? ശരി, ഞാൻ വ്യക്തമാക്കി തരാം. വേണുവിനെ വിളിക്ക്, വേണു വന്നെല്ലാം ശരിയാക്കുമെന്ന് എല്ലാരും പറയുന്നുണ്ട്. പക്ഷെ ഈ വേണുവിനെ വിളിച്ച് അമ്മാവനും മടുത്തു മോളെ. വേണു സാർ വലിയ ബിസിയല്ലേ? അതാണല്ലോ വേണു. എന്തെങ്കിലും കുത്തി കേട്ടി തന്നെ വായിക്കാത്ത അതല്ല അമ്മാവാ, ഇവനാ എന്താ അടിയോടോ കുറവുണ്ടോ? ഞാൻ കൊളോക്കിലായിട്ട് പറഞ്ഞതാ. അതിന് ഏറ്റവും നല്ല സ്ഥലം ഇതാ. എന്തോന്നടേ ഇത്? ഇൻസൾട്ട് ചെയ്യണേ മോളെ, ഇൻസൾട്ട്. എന്താ പുള്ളി കാണിക്കുന്നേ? ഇതുപോലത്തെ ഒരു കോമഡി പീസ്. ലാലേട്ടന്റെ പാട്ടും ഒരു കട്ടനും തീർക്കാൻ പറ്റാത്ത പ്രശ്നമുണ്ടോ? വേണു എന്താ ഒരു മൂഡ് ഓഫ്? ഇത് തീർന്നില്ലേ? ഒക്കെ ശരിയല്ലേ? ഓക്കെ, അടിപൊളി. നമ്മളിൽ ആരാ ഇപ്പൊ മലയാളം പറയണേ? നെക്സ്റ്റ് പേഷ്യന്റ്. This deal is with the devil. ഹിറ്റ് അണ്ണാ, സൂപ്പർ ഹിറ്റ്. അടിപൊളി, നല്ല സിനിമയാണ്. സൂപ്പറാണ്, കാണാൻ ഉണ്ട്. സൂപ്പറാണ്. ഡയറക്ഷൻ ലെവല് അൾട്ടിമേറ്റ്. ഇത് മലയാള പടമാണോ പണ്ടാരം കണ്ടോണ്ടിരിക്കുന്നത്? ആ ലെവലിലോ ഫിലിം മേക്കിംഗ് ആണ് ചെയ്തേക്കുന്നത്. നേരെ ഭാഷ. അവൻ മിടുക്കനാ, മിടുക്കൻ. അടിപൊളി, കൊള്ളാം. അടിപൊളി പടം, സൂപ്പർ പടം, സൂപ്പർ പടം, സൂപ്പർ. ഞാൻ ശരിക്കും ഇൻട്രസ്റ്റ് ആയി. എക്സ്ട്രീം ലെവലാ, ബോളിവുഡ് ലെവൽ എടുത്ത് വെച്ചേക്കുന്നത്. വേറെ ലെവൽ ബ്രോ. അന്യായമാണ്, അന്യായം. നന്നായിട്ടുണ്ട്, നല്ല കോൺസെപ്റ്റ്. എന്നെ ഏൽപ്പിച്ച കാര്യം ഞാൻ ഭംഗിയായി നിർവഹിച്ചിട്ടുണ്ട്. പടം വേറെ ലെവലാ. സദസ്സിൽ നിന്നുയർന്ന കരഘോഷം ഇവിടത്തെ കിഴങ്ങന്മാരെന്ന് കാണേണ്ടതായിരുന്നു. പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ട്. ലൂസിഫർ ഉണ്ടാക്കിയിട്ട് ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റിയില്ല. അത്ര ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. ലൂസിഫർ പോലെ ഒരു വാവ് ഫാക്ടർ ഒന്നും ഇല്ല. അങ്ങനെ ചില അബദ്ധങ്ങളൊക്കെ പറ്റി. അയ്യോ, അത് കഷ്ടായില്ലോ. ഞാൻ എന്ത് ചെയ്താലും കുറച്ച് ഡിഫറെന്റ് ആയിട്ട് ചെയ്യാറുള്ളൂ. പക്ഷെ ലൂസിഫർ വെച്ച് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. ലൂസിഫർ വേറൊരു ലെവല്, ഇത് വേറൊരു ലെവല്. ഇറ്റ്സ് ആക്ച്വലി എ ഗുഡ് മൂവി. ഇറ്റ്സ് ഡെഫിനറ്റ്ലി ഗുഡ്, ബട്ട് ഇറ്റ്സ് നോട്ട് ദാറ്റ് ഗ്രേറ്റ്. ചില സീക്വൻസസിന്റെ അതെന്തിനാണ് അവിടെ വെച്ചിരിക്കുന്നത് എന്നുള്ള ചോദ്യങ്ങൾ. പിന്നെ ടുവേർഡ്സ് ക്ലൈമാക്സ് ഒക്കെ ആകുമ്പോൾ ഞാൻ പറയുന്നില്ല, ക്യാരക്ടർ കൺസിസ്റ്റൻസി പോയി. അതിങ്ങനെയാണ്. ഇതാണോ ഖുറേഷി? ഇതാണോ ഖുറേഷി? കേട്ടാ, നീ ഒറ്റ കാരണം ഇയാളുടെ കണ്ണിച്ചോല തന്തക്കുളിയെ കേൾക്കേണ്ടി വന്നത്. 5 ഡയലോഗാണ് ആ മനുഷ്യനെ കൊണ്ട് പറയിപ്പിച്ചത്. 5 ഡയലോഗ്. അതെനിക്ക് ഇഷ്ടമില്ല. അത്രയില്ല, അത്രയും അങ്ങോട്ട് ബാക്ക് കിട്ടിയില്ല. ഇഷ്ടപ്പെട്ടില്ല. ലൂസിഫറിന് അത്രയും വന്നിട്ടില്ല. അങ്ങനെയും പറഞ്ഞു. എക്സ്പെക്ടേഷന്റെ അത്ര ലെവലില്ലായിരുന്നു. ജ്യോതിയും വന്നില്ല, തീയും വന്നില്ല, ഒരു മണ്ണാങ്കട്ടിയും വന്നില്ല. പൃഥ്വിരാജ് പറഞ്ഞതുപോലെ
ഒരു മലയാളത്തിലെ വലിയ ചെറിയ പടം അത്രയേ ഉള്ളൂ. ഓവർ ഹൈപ്പോ കാര്യങ്ങളോ കൊടുക്കേണ്ട ഒരാവശ്യവും ഇല്ലായിരുന്നു. ഇത് എന്തൊക്കെ ചെയ്തിട്ടും ഖുറേഷി അബ്രഹാം മെനയാണല്ലേ. അതായത് കോട്ടിട്ടിട്ട് ഇങ്ങനെ ഇരിക്കുന്നില്ല ലാലേട്ടൻ. പക്ഷെ ഒരു എന്താണ് ഖുറേഷി ഇങ്ങനെ എന്ന് തോന്നുന്ന രീതിയിലുള്ള ഒരു പരിപാടി എനിക്കും തോന്നിയത്. എമ്പുരാന്റെ അകത്തുള്ള ഒരു പാട്ട്, ഒരു പരിപ്പ് വട സിനിമയിൽ പോലും ഇടാത്ത അത്രയും മോശം ഒരു പാട്ട്. പറയുമ്പോ എനിക്ക് വേദനയുണ്ടടാ. ക്ലൈമാക്സ് പഞ്ച് പൃഥ്വിരാജ് പറഞ്ഞുകൊണ്ടാണ് തോന്നുന്നത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് അത്രയും നമുക്ക് കിട്ടിയില്ല. പൊന്നേമാനെ പറ്റിച്ചതല്ല, ഇണ്ടി പോകരുത്. 2 മിനിറ്റ് കൊണ്ട് ഞാൻ എന്തോ സ്വപ്നങ്ങൾ നെയ്ത് കൂട്ടി. പക്ഷെ എന്തൊക്കെ കുറ്റങ്ങളും കുറവുകളും പറഞ്ഞാലും ഈ സിനിമയുടെ ഒരു മേക്കിംഗ് ഉണ്ടല്ലോ, അത് വേറെ ലെവലാണ്. ഒരു മലയാള സിനിമയാണ് കാണുന്നതെന്ന് ഒരു പോയിന്റിൽ പോലും മനസ്സിലാക്കാത്ത രീതിയിലുള്ള ഫിലിം മേക്കിംഗ്. അനക്ക് ഇരിക്കട്ടെ ഒരു കുതിരപ്പവൻ. എല്ലാവർക്കും സന്തോഷമായല്ലോ. എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും